BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയാക് കെയർ ടെക്നോളജി. ഈ രണ്ട് കോഴ്സ് ഒരുപാട് കമന്റിൽ വന്നപ്പോഴാണ് ഞാനും ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഞാൻ BSc കാർഡിയോളജി കേട്ടിട്ടുണ്ട്, പക്ഷേ കാർഡിയാക് കെയർ ടെക്നോളജി കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിന്റെ പറ്റിയ സ്റ്റുഡൻസ് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കാർഡിയാക് കെയർ ടെക്നോളജി എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന അസുഖങ്ങളാണ് ബ്ലോക്ക്, അറ്റാക്ക്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ബ്ലോക്കും അറ്റാക്കും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാർട്ട് ഡിസീസിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഹാർട്ട് ഡിസീസ് ഡയഗ്നോസിസ് ചെയ്യുക. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണോ അസുഖം എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുക. ഈ ഹാർട്ട് ഡിസീസസിനെ പറ്റി പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കാർഡിയാക് കെയർ ടെക്നോളജിയിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാർഡിയാക് ഡോക്ടറെ അല്ലെങ്കിൽ കാർഡിയാക് സർജനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാർഡിയാക് കെയർ ടെക്നോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇതിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഹാർട്ട് ഡിസീസസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതായത് പലതരം ഹൃദയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് ഇതിനെങ്ങനെ ഡയഗ്നോസിസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അസുഖം എങ്ങനെയാണ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ അസുഖം എന്താണ്, അതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ്, ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാർഡിയാക് കെയർ ടെക്നോളജി പഠിക്കുന്നത്. ഇത് കൂടാണ്ട് കാത്ത് ലാബിൽ എങ്ങനെ അസിസ്റ്റ് ചെയ്യാം. കാത്ത് ലാബ് എന്ന് പറയുമ്പോൾ ഈ കാർഡിയാക് പേഷ്യൻസിന് വേണ്ടി മാത്രം കാർഡിയാക് സർജറീസ് ചെയ്യാൻ, എന്തെങ്കിലും കാർഡിയാക് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ICU പോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ കാത്ത് ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാത്ത് ലാബിൽ ഒന്നെങ്കിൽ അവിടെ അസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആയിട്ട് അവർക്ക് ജോലി ചെയ്യാം, അതല്ലെങ്കിൽ ECG മെഷീൻസ് എങ്ങനെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിൽ മെയിനായിട്ട് ഈ കാർഡിയാക് കെയർ ടെക്നോളജിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ഈ കാർഡിയാക് കെയർ ടെക്നോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ ജോബ് എന്ന് പറയുമ്പോൾ കാർഡിയോളജിസ്റ്റും അതുപോലെ തന്നെ കാർഡിയാക് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ കൂടെ ഒരു കാർഡിയാക് പേഷ്യന്റെ ഹാർട്ട് റേറ്റ്, അവരുടെ BP കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട്, അതായത് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള പേഷ്യന്റ് ഏതാണോ ആ പേഷ്യന്റ് അവർ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് ആ കാര്യങ്ങൾ അവരുടെ ഡോക്ടറിന് റിപ്പോർട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ കാർഡിയാക് കെയർ ടെക്നോളജിയിൽ അവർ പഠിക്കുന്നത്. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ +2 സയൻസ് ആയിരിക്കണം. +2 സയൻസിൽ 50% മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കും. അതായത് ഈ PCB ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ അവർക്ക് ഇൻഡെക്സ് സ്കോർ എത്ര വേണം, അവർക്കൊരു മാക്സിമം സ്കോർ ഉണ്ടായിരിക്കണം. ഈ സ്കോറിന് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ സയൻസ്, +2 സയൻസ് എടുത്തിട്ട് അവർക്ക് 50% മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ LBS സെന്റർ മുഖേന തന്നെയാണ് നമ്മൾ ഇതിനും അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു പാരാമെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട് LBS സെന്റർ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 3 വർഷത്തെ കോഴ്സാണിത്. ഈ കാർഡിയാക് കെയർ ടെക്നോളജി 3 വർഷത്തെ കോഴ്സാണ്. അതിന്റെ കൂടെ 1 ഇയർ ആണ് നമുക്ക് ഇന്റേൺഷിപ്പ്. അതായത് 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും. അതാണ് ഈ കാർഡിയാക് കെയർ ടെക്നോളജിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ 4 വർഷത്തെ കോഴ്സാണ് ഇത്. അപ്പോൾ നമ്മുടെ കേരളത്തിലും നമുക്ക് അഡ്മിഷൻ എടുക്കാം, അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയിലും അഡ്മിഷൻ എടുക്കാം. ഔട്ട്സൈഡ് കേരള അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ അഫിലിയേഷന്, ഇപ്പോൾ കേരളത്തിലായാലും പുറത്തായാലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്ത് നോക്കണം, നമ്മൾ എടുക്കുന്ന ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോളേജിന്റെ പാരന്റൽ ഹോസ്പിറ്റലിൽ കാത്ത് ലാബ് കാര്യങ്ങളുണ്ടോ, നല്ല സെറ്റപ്പ് ആണോ, അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണോ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം കാത്ത് ലാബ് അല്ലെങ്കിൽ ഈ കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയ സംഭവമൊന്നുമില്ല, അത്രയും നല്ല ഹൈ സ്കോപ്പുള്ള ഒരു ഫീൽഡുമാണ്. അതുപോലെ തന്നെ കാർഡിയാക് ഹാർട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് അത്രയും കെയർ കൊടുത്തിട്ട് പഠിക്കാനുള്ള ഒരു ഫീൽഡാണ്. അത്രയും സ്കിൽഡ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽസ് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഈ കാർഡിയാക് കെയർ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ. അപ്പൊ ഈ കാർഡിയാക് കെയർ ടെക്നോളജി പഠിച്ചിട്ടുള്ള ഒരാളെ സ്കോപ്പ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് നേഴ്സായിട്ട് അല്ലെങ്കിൽ കാർഡിയാക് കെയർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലെ നേഴ്സായിട്ട് അവർക്ക് വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മെഡിക്കൽ സോണോഗ്രാഫർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാം, കാത്ത് ലാബിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് സ്കോപ്സ് ഇതിനകത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ, ജോബ് സ്കോപ്സ് ആണ് അവർക്ക് വരുന്നത്. കാർഡിയാക് കെയർ ടെക്നോളജിയിൽ ഏതൊക്കെ സബ്ജക്ട് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് ഹ്യൂമൻ അനാറ്റമി, ഹ്യൂമൻ ഫിസിയോളജി, മൈക്രോ ബയോളജി, ബയോ കെമിസ്ട്രി ആൻഡ് പാത്തോളജി എന്ന് പറയുമ്പോൾ ഓരോ അസുഖങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഈ 5 സബ്ജക്റ്റാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് ഈ ഒരു കാർഡിയാക് കെയർ ടെക്നോളജിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഒരുപാട് സ്കോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതായത് ഇപ്പൊ അധികം പേർക്കും അറിയാണ്ട് ഇപ്പൊ ഇങ്ങനെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു കോഴ്സാണ് ഈ കാർഡിയാക് കെയർ ടെക്നോളജി എന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പൊ കാർഡിയാക് കെയർ ടെക്നോളജിക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാക്സിമം നല്ല കോളേജസ് നോക്കി സെലക്ട് ചെയ്തിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ബൈ.